കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ 4ാം ഭാഗം. ഇവനെന്താ ഇവിടെ? റിസപ്ഷനിലെ പെണ്ണിനെ ലോക്കൽ വീടിന് മുകളിൽ കണ്ട ഞെട്ടലോടെ റാം ചോദിച്ചു. ആ മോദേവിയെ പറ്റി എന്റെ പട്ടി സംസാരിക്കും. രേഷ്മ വണ്ടിയുടെ മുന്നിലത്തെ ഭാഗം കൊണ്ട് ഗേറ്റ് ഇടിച്ചു തുറന്നിട്ട് അകത്തേക്ക് സ്കൂട്ടർ ഓടിച്ചു പോയി. രേഷ്മയുടെ പിന്നാലെ വെട്രിയും വീടിന് മുന്നിലുള്ള നീളം കാർ ഷെഡിലേക്ക് ബൈക്ക് പാർക്ക് ചെയ്തു. ഷെഡിനുള്ളിൽ പച്ച നിറമുള്ള പഴയൊരു പ്രീമിയർ പത്മിനി കാർ കിടപ്പുണ്ടായിരുന്നു. അതിനടുത്ത് റിസപ്ഷനിലെ പെണ്ണിന്റെ പൂമാലിട്ട് ലൂണ സ്കൂട്ടറും. അവരിരുവരും കോളത്തിന് മുകളിലൂടെ വണ്ടി ഓടിച്ചു പോയെങ്കിലും റാം അതിൽ ചവിട്ടാതെ അകത്തേക്ക് കയറി. അപ്പോഴും അവന്റെ അടുത്ത നോട്ടം 2ാം നിലയുടെ മുകളിൽ നിൽക്കുന്ന റിസപ്ഷനിസ്റ്റായ പെണ്ണിലേക്കായിരുന്നു. പാട്ടി, ആ മോട്ടോർ ഓണാക്ക്. ആ സമയത്ത് മുകളിൽ നിന്നും അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദേ സ്വിച്ച് ഇടുക. അകത്തു നിന്നും മറ്റൊരു സ്ത്രീയുടെ ശബ്ദം മറുപടിയായി കേട്ടു. ആ മതി, ഇനി മോട്ടോർ ഓഫാക്കി ടാപ്പ് ഓൺ ചെയ്ത് വയ്ക്കും. ഓക്കെ ഡീൽ. ആ മറുപടിയും പറഞ്ഞുകൊണ്ട് ഒരു വയസ്സായ സ്ത്രീ വാതിലിന്റെ കേട്ടൻ മാറ്റി വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് സിറ്റൗട്ടിലെ വാഷ് ബേസിന്റെ ടാപ്പ് തുറന്നു വെച്ചു. ടാപ്പിലൂടെ കളങ്ങിയ നിറമുള്ള വെള്ളം ഒഴുകി. ഓ ചിന്നപ്പെണ്ണെ! വിട്ടു അവരെ കണ്ടതും കളിയാക്കുന്ന രീതി നീട്ടി വിളിച്ചു. റാം അവരെ അടിമുടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കി. നഴ്സറി ക്ലാസ്സിലെ പെൺകുട്ടികളെ പോലെ മുടി തോള് വരെ ബോയ് കട്ടി വെട്ടിയിരിക്കുന്നു. കോല് പോലുള്ള മുടിയിലാണെങ്കിൽ നരകയറുവാൻ ഒരു പോലും മിച്ചമുണ്ടായിരുന്നില്ല. മുടികൾ നരകയറിയാൽ അത്രയും വെളുക്കുമോ എന്ന് സംശയിച്ചു പോകുന്നത്ര വെളുപ്പ് നിറം. വലിപ്പമുള്ള കണ്ണുകളിൽ കൺമഷി എഴുതി ചതുരാകൃതിയിലുള്ള ഒരു കറുത്ത ഫ്രെയിമിന്റെ കണ്ണാടി കൂടി വച്ചപ്പോൾ അവരെ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടായിരുന്നു. കാതുകളിൽ വലിപ്പം കുറഞ്ഞ തരത്തിലെ ജിമിക്കിക്കമ്മൽ തൂങ്ങിയാടി. പൊക്കിക്കളിക്കുവാൻ പറ്റിയ രീതിയിലുള്ള വില്ലുപോലെ ഉയർന്ന പുരികങ്ങളും വെളുത്തു തന്നെ കാണപ്പെട്ടു. മാമ്പഴത്തിന് മഞ്ഞ നിറമുള്ള ഒരു സാരിയായിരുന്നു വേഷം. അവർക്ക് ഏകദേശം 70 വയസ്സെങ്കിലും പ്രായമുണ്ടായിരിക്കുമെന്ന് റാം കണക്കുകൂട്ടി. നോട്ടത്തിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും മുകളിൽ നിൽക്കുന്ന ആ റിസപ്ഷനിസ്റ്റ് അമ്മച്ചിയുടെ പേരക്കുട്ടിയായിരിക്കുമെന്ന് റാം ഊഹിച്ചു. പാട്ടി, മോട്ടോർ ഓണാക്ക്. മുകളിൽ നിന്നും വീണ്ടും അവളുടെ ശബ്ദം ഉയർന്നു കേട്ടു. ആനന്ദി ഒരുപാട് ഒച്ചയിടാതെ ആ തേനീച്ചയിലിളകും പാട്ടി തിരിച്ചു വിളിച്ചു പറഞ്ഞു. റാം നോക്കുമ്പോൾ വാതിൽക്കൽ പറന്നു പന്തലിച്ച് തളിരിലകളുമായി നിൽക്കുന്ന ആര്യവേപ്പ് മരത്തിന്റെ ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ ഒരു വലിയ തേനീച്ചക്കൂട് തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. അതും സാമാന്യ വലിപ്പമുള്ള തേനീച്ചകൾ. സാധാരണ ഗവൺമെന്റ് വാട്ടർ ടാങ്കുകളുടെ വശങ്ങളിലും മറ്റുമാണ് അവൻ അത്തരത്തിലുള്ളവയെ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത്. ഞാൻ ക്ഷീണിച്ചു. ഡി രേഷ്മയെ, പോയി ആ മോട്ടർ ഒന്ന് ഓണാക്കി കൊടുക്ക്. പാട്ടി അവരെ മൂവരെയും കണ്ടതും രേഷ്മയെ നോക്കി പറഞ്ഞു. അവൾക്ക് എന്റെ പട്ടി മോട്ടർ ഓണാക്കി കൊടുക്കും. രേഷ്മ എടുത്തടിച്ചതുപോലെ പറഞ്ഞു. അതും അവൾ മാത്രമാണോടി അസത്തെ ആ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത്? നിന്റെ ആങ്ങളെയും കൂടിയല്ലേ? പാട്ടി തിരിച്ചടിച്ചു. ആഹാ, വെറുതെ അല്ലല്ലോ. ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് മാസം 500 രൂപയും വാങ്ങിക്കുന്നില്ലേ? ഓരോ തവണയും അവൾ നിലത്തിറങ്ങി വന്ന് ഓണാക്കിയിട്ട് പോട്ടെ. വെട്ടി രേഷ്മയെ സപ്പോർട്ട് ചെയ്ത തരത്തിൽ ഇടയ്ക്ക് കയറി പറഞ്ഞു. പാട്ടി, ആ മോട്ടർ ഒന്ന് ഓണാക്കുവോ? എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. മുകളിൽ നിന്നും അല്പം ദേഷ്യത്തിൽ അവളുടെ ശബ്ദം വീണ്ടും ഉയർന്നു കേട്ടു. പാട്ടി മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ രേഷ്മയെ നോക്കി എന്തോ ചീത്ത പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് പോയി മോട്ടോറിന്റെ സ്വിച്ച് ഓണാക്കി. ഇനി ഓഫാക്കിയ ടാപ്പ് തുറന്നു വയ്ക്ക്. മുകളിൽ നിന്ന് വീണ്ടും നിർദ്ദേശം കേട്ടു. അങ്ങനെ 2-3 വട്ടം ചെയ്ത ശേഷം പാട്ടി അവർക്കറിയിലേക്ക് തിരിച്ചെത്തി. അല്ല, ഇതാരാ? റാമിനെ നോക്കി പാട്ടി ചോദിച്ചു. ഇതാണ് പാട്ടി. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിലെ ആ കേരളക്കാരൻ. ഓ ശ്രീറാം, നിന്റെ സിനിമ സ്കൂൾ ക്ലാസ്മേറ്റ്. അവർ ഓർത്തെടുത്തതുപോലെ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ആരാണ്? റാം ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവർ 3 പേരെയും വീഴ്ച നോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് മറുപടി എന്നതുപോലെ പാട്ടിയും രേഷ്മയും വെട്രിയും പരസ്പരം നോക്കി ചിരിച്ചു. ആ സമയത്ത് മുകളിൽ നിന്നിരുന്ന റിസപ്ഷനിസ്റ്റ് പെണ്ണ് താഴേക്കിറങ്ങി വന്ന് മുറ്റത്തെ പൈപ്പിൽ നിന്ന് കാല് കഴുകുന്നത് കണ്ടപ്പോൾ വെട്രിയും രേഷ്മയും ചിരി നിർത്തി. കാലും കൈയും വൃത്തിയാക്കിയ ശേഷം ആരും ശ്രദ്ധിക്കാതെ പുറത്തെ അയയിൽ നിന്നും മെറൂൺ നിറമുള്ള ടവലും എടുത്ത് പുറത്തുള്ള ബാത്റൂമിൽ കയറി അവൾ വാതിലടച്ചു. മൂദേവി, രേഷ്മ വീണ്ടും പറഞ്ഞു. പോടി അസത്തെ. റാം ഇരിക്കും, ഞാൻ ഇത്തിരി കോഫി എടുക്കാം. രേഷ്മയ്ക്കിട്ട് ഒരു നുള്ളും കൊടുത്ത് പാട്ടി അകത്തേക്ക് നടന്നുപോയി. ഇനിയെങ്കിലും പറയുമോ ഇവിടെ എന്തായി നടക്കുന്നതെന്ന്? ഈ റിസപ്ഷനിലെ പെണ്ണെന്താ ഇവിടെ? ഈ അമ്മച്ചി ഏതാ? പാട്ടി അകത്തേക്ക് പോയതും റാം അക്ഷമനായി ചോദിച്ചു. ആദ്യം നീ ഇവിടെ ഇരിക്ക. രേഷ്മ അവനെ സിറ്റൗട്ടിൽ കിടന്നിരുന്ന കസേരയിലേക്ക് പിടിച്ചിരുത്തി. റാം, ഈ പാർട്ടിയുടെ പേരാണ് കൊലഞ്ചി അമ്മൾ. ഇത് അവരുടെ വീടാണ്. ഇവിടെയാണ് ഇവൻ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നത്. ഈ വീട് വാടകയ്ക്ക് കൊടുത്തു തുടങ്ങിയിട്ട് അധികം വർഷമായിട്ടില്ല. പാർട്ടിയുടെ ആദ്യത്തെ വാടക ബാച്ച് ഇവനും അവളുമാണ്. മുകളിലത്തെ 2 മുറികളിൽ ഒന്നിൽ ആ മൂദേവി താമസിക്കുന്നു, ഒന്നിൽ ഈ മണ്ടനും. പിന്നെ പാട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ആ പെണ്ണും പേയിങ് ഗസ്റ്റ് ആണോ? രേഷ്മ പറയുന്നതിനിടയിൽ റാം ആകാംക്ഷയുടെ ഇടയ്ക്ക് കയറി ചോദിച്ചു. ഞാൻ മുഴുവൻ പറയട്ടെ റാം. പാട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ പാട്ടിക്ക് മക്കളില്ല. 4 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ചുപോയി. അദ്ദേഹം മരിച്ചുപോയ ശേഷം പാട്ടിയും ഈ വീടും മാത്രമായി.
പാട്ടിയോട് പലരും സ്വന്തം നാടായ തഞ്ചാവൂരിലേക്ക് തിരിച്ചു പോകുവാൻ പറഞ്ഞെങ്കിലും പാട്ടി അത് കൂട്ടാക്കിയില്ല. 70s താത്തയ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ താത്തയോടൊപ്പം മദ്രാസ് പട്ടണത്തിലേക്ക് വന്നെത്തിയതാണ് പാട്ടി. പിന്നീട് താത്തയുടെ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച് രണ്ടാളും കൂടി ആശിച്ചു കെട്ടിയതാണ് ഈ വീട്. പുള്ളിക്കാരനുമൊത്ത് ഇത്രയും കാലം ജീവിച്ച ഈ വീട്ടിൽ കിടന്ന് തന്നെ താനും മരിക്കുമെന്നാണ് പാട്ടിയുടെ ശബ്ദം. മരിച്ചാൽ താത്തയുടെ ആ കിടക്കുന്ന പഴഞ്ചൻ പത്മിനി കാറിലെ ചുടുകാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാവൂ എന്നൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ആ കാർ ഇപ്പോഴും സർവീസ് ചെയ്തൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. ഞാനും ഇവനും ഒരുപാട് തവണ ആ കാർ ഒന്ന് ഓടിച്ചു നോക്കാനായി ചോദിച്ചതാണ്. പക്ഷെ ആ തള്ളു തരില്ല. അവരോടൊപ്പം വരാൻ പറഞ്ഞാൽ കേൾക്കുകയുമില്ല. ഇനി മരിച്ച ശേഷം മാത്രമേ അതിനുള്ളിൽ കയറൂ എന്നാണ് പാട്ടിയുടെ അടുത്ത ശബ്ദം. താത്തയുടെ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് പാട്ടിയുടെ ചെലവുകൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നെ വീട്ടിനുള്ളിൽ വേലക്കാരെ ആരെയും വഹിക്കുന്നത് കക്ഷിക്ക് ഇഷ്ടവുമല്ല. ഭക്ഷണമെല്ലാം തനിയെ ഉണ്ടാക്കും. പോരാത്തതിന് രാവിലെ മുതൽ രാത്രി വരെ പല പല വെറൈറ്റി മധുര പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആദ്യം അടുത്തുള്ള പിള്ളേർ സെറ്റിനൊക്കെ വിളിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ബേക്കറിക്കാർ തിരക്കി വന്നു തുടങ്ങി. ഇവിടെ അടുത്തുള്ള ബേക്കറികളിലൊക്കെ കിട്ടുന്ന വെറൈറ്റി സ്വീറ്റ്സ് ഒക്കെ പാട്ടിയുടെ പരീക്ഷണ വിജയങ്ങളാണ്. അതിനിടയിലാണ് ആരോ ഉപദേശിച്ചു കൊടുക്കുന്നത്, ഒറ്റയ്ക്ക് താമസിച്ചിട്ട് വല്ലത് സംഭവിച്ചു പോയാൽ ആരെങ്കിലും അറിയുമോ എന്നൊക്കെ. അങ്ങനെയാണ് മുകളിലത്തെ നിലകൾ വാടകയ്ക്ക് കൊടുക്കാൻ കക്ഷി തീരുമാനിച്ചത്. ബ്രോക്കർ മുഖേനയാണ് ആ ആനന്ദ് ഇവിടേക്ക് വന്നെത്തുന്നത്. അവളെ നാട്ടിൽ വന്നത് തന്നെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വന്ന ആദ്യത്തെ ആഴ്ച തന്നെ നമ്മുടെ കോളേജിലെ റിസപ്ഷൻ ജോലി അവൾ ഒപ്പിച്ചെടുത്തു. എന്നിട്ട് സൈഡായി പണമൊപ്പിക്കാൻ വേണ്ടി മുകളിലത്തെ അടുത്ത മുറി വാടകയ്ക്ക് കൊടുക്കുന്ന പരസ്യം അവൾ ഓൺലൈൻ സൈറ്റിലിട്ടു. അതുകൊണ്ട് അവളെ കോൺടാക്ട് ചെയ്താണ് വെട്ടി ഇവിടേക്ക് എത്തുന്നത്. അതിന്റെ പേരിൽ വെട്ടിയുടെ കയ്യിൽ നിന്നും പാട്ടിയുടെ കയ്യിൽ നിന്നും ഓരോ മാസത്തെ വാടക തുക അവൾ കമ്മീഷനായി ചോദിച്ചു. പാവം പാട്ടി അത് കൊടുത്തു. വെട്ടുകയാണെങ്കിൽ പാട്ടി കമ്മീഷൻ കൊടുത്തത് അറിഞ്ഞതുകൊണ്ട് അവൾക്ക് കാശൊന്നും കൊടുക്കാൻ പോയില്ല. അന്ന് മുതൽ അവനെ അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എങ്ങനെയും വെട്ടിയെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കുവാൻ വേണ്ടി നടക്കുക. അതാകുമ്പോൾ അടുത്തയാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ കമ്മീഷൻ കാശ് കൂടി കിട്ടുമല്ലോ. 1.5 കൊല്ലമായി കാണും ആ മൂതയിൽ ഇവിടെ വന്നിട്ട്. തൊട്ടു പിന്നാലെയാണ് മധുരയിൽ നിന്നും സിനിമയെന്ന് പറഞ്ഞ് വെട്ടിയും ചെന്നൈക്ക് വരുന്നത്. അവളാണെങ്കിൽ പാട്ടിയെ പാർക്കിലും ബീച്ചിലും മാളിലും ഒക്കെ കൊണ്ടുപോയി മയക്കി വച്ചേക്കുക. അതിനൊരു തരം കിട്ടുമ്പോഴൊക്കെ ഇവനിട്ട് പല പണികളും വയ്ക്കാറുമുണ്ട്. പിന്നീട് സമാധാനം എന്തെന്നാൽ അവൾ വെട്ടിയെ പറ്റി എന്ത് കുറ്റം പറഞ്ഞു കൊടുത്താലും പാട്ടി അത്ര കാര്യമാക്കാറില്ല. എന്നെയും ഇവനെ വലിയ കാര്യമാണ് പാട്ടിക്ക്. പക്ഷെ അവൾ ഫ്രോഡാണ്. കാശിന് വേണ്ടി എന്ത് വേണേലും ചെയ്യും. ബാക്കി ഞാൻ പറയാം. വെട്ടി രേഷ്മ ഇടയ്ക്ക് വെച്ച് നിർത്തിച്ചു. മച്ച, ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ഇവിടെ മുറ്റമടിക്കാനും കോലം വരയ്ക്കാനുമെല്ലാം ഒരു സാധു സ്ത്രീ വരുമായിരുന്നു. അവരെ അവൾ പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ മാസത്തിൽ ഒരിക്കൽ വാട്ടർ ടാങ്ക് കഴുകാനും ഒരാൾ വന്നുകൊണ്ടിരുന്നതാ. അയാളെയും അവൾ പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ പണികൾ രണ്ടും അവൾ അങ്ങ് ചെയ്തു തുടങ്ങി. എന്നിട്ട് വാടക ഇനത്തിൽ അതിന്റെ കൂലി കുറച്ചേ പാട്ടിക്ക് കൊടുക്കൂ. സത്യം പറഞ്ഞാൽ അവൾ ഇവിടെ ഓസിന് ജീവിക്കുന്നു. രേഷ്മ കൂട്ടിച്ചേർത്തു. റാം, ഇവർ പറയുന്നതൊന്നും വിശ്വസിക്കില്ലേ. ഇവർക്ക് രണ്ടാൾക്കും അവളോട് കടുത്ത അസൂയാണ്. പാട്ടി 3 കപ്പുകളിലായി കോഫിയും കൊണ്ട് ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ശേഷം 3 ആൾക്കും കോഫി കൊടുത്തോണ്ട് തുടർന്നു. അവൾ നല്ലൊരു പെൺകുഞ്ഞ, സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവൾ. ഒരു ബ്രോക്കർ വഴിയാണ് 1 കൊല്ലം മുൻപ് അവൾ ഇവിടേക്ക് വരുന്നത്. വീട് വാണിയമ്പാടി എന്ന ഗ്രാമത്തിലാണ്. സത്യത്തിൽ അവൾ വന്നതിന് ശേഷമാണ് ഞാൻ ജീവിതം വീണ്ടും ആസ്വദിച്ചു തുടങ്ങിയത്. ഇവർ രണ്ടാളെയും പോലെയല്ല. സമയം കിട്ടുമ്പോഴെല്ലാം എന്നെ അവൾ പുറത്തൊക്കെ കൊണ്ടുപോകും. ഇവനും ഇവൾക്കും ദേഷ്യം എന്തെന്നാൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഫിലിം സ്കൂളിൽ ഇവർക്ക് രണ്ടാൾക്കും അഡ്മിഷൻ കിട്ടാനായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ അവളോട് ഇവർ പറഞ്ഞു. അതും പെട്ടെന്നൊരു ദിവസം അവളോട് വലിയ അടുപ്പമൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു നാടകത്തിലൂടെ. അവൾ അപ്പോഴേ ഇവരോട് നോ പറഞ്ഞു. അതാണ് ഇവർക്ക് അവളോട് ഇത്രയും ദേഷ്യം. പാട്ടിയുടെ സൈഡ് പറഞ്ഞു. സാധാരണ നോ അല്ല മച്ച, നിനക്കൊക്കെ നാണമില്ലേ കുറുക്കു വഴിയിലൂടെ ഓരോന്ന് നേടാൻ? നീയൊക്കെ എത്ര ശ്രമിച്ചാലും ഈ ജന്മത്ത് അവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. ആങ്ങളെയും പെങ്ങളും കൂടി ഒരു നാണവുമില്ലാതെ കാര്യം സാധിക്കാൻ വേണ്ടി നാടകമായി വന്നേക്കുന്നു. ഇത്രയും നീണ്ട നോ വെട്ടിയ സംഭവം ഓർമ്മിച്ചെടുത്തു. എന്നിട്ടെന്താ, ആ വാശിക്ക് രണ്ടാളും അവിടെ തന്നെ അഡ്മിഷൻ എടുത്തില്ലേ? അവളെ കൊണ്ട് ഗുണമല്ലേ ഉണ്ടായത്? പാട്ടി ആവേശത്തോടെ പറഞ്ഞു. അയ്യടി, ആ മൂതവിയെ ഒരുപാട് വൈദ്യവാഷടിക്കല്ലേ ഇളവി. ഞങ്ങളുടെ ചിറ്റപ്പൻ ADMK പാർട്ടിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അത് കേട്ടതും റാം അന്നേരപ്പോടെ അവരിരുവരെയും നോക്കി. ഓഹോ, അപ്പോൾ രണ്ടാളും റെക്കമെൻഡേഷൻ കോട്ടയാണല്ലേ. കൊള്ളാലോ ആങ്ങളെയും പെങ്ങളും, റാം അവരെ കളിയാക്കും പോലെ പറഞ്ഞു. ആ സമയത്ത് ആനന്ദി കുളി കഴിഞ്ഞിറങ്ങി. ടവൽ അയൽ വെച്ച ശേഷം അവൾ മുകളിലേക്ക് ധൃതിയിൽ പടികൾ കയറിപ്പോയി. ഇവൾക്കെന്താണ് എപ്പോഴും ഇത്ര ധൃതി? കോളേജിൽ നിന്നും റോക്കറ്റ് വിക്ഷേപിച്ചതുപോലെയാണ് വണ്ടിയിൽ പോകുന്നത് കണ്ടത്. റാം അവളുടെ ആ പോക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു.
അവൾ ഒരു നിമിഷം വെറുതെ ഇരിക്കില്ല റാം. കാശ് കാശ് കാശ്, അത് മാത്രമാണ് അവളുടെ ചിന്ത. ഫ്ലാറ്റ് വിൽക്കും, സ്ഥലം വിൽക്കും, പച്ചക്കറിയും പൂവും ഒക്കെ ലേലത്തിൽ പിടിച്ച് ചെറുകടകൾക്ക് വിൽക്കും. വാഹനങ്ങൾ ഉൾപ്പെടെ ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുടെയും ബ്രോക്കർ പണികൾ ചെയ്യും. ചെന്നൈയിൽ ഒരാൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാനാവുമോ ആ വഴിയിലൂടെ എല്ലാം അവൾ സമ്പാദിക്കും. പോരാത്തതിന് മുടിഞ്ഞ പിശുക്കും. റാം അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കണ്ടിട്ടുണ്ടോ? എവിടെ നിന്നോ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയതാണ്. റബ്ബർ ബാൻഡൊക്കെ ചുറ്റിക്കെട്ടിയ ഒരു കീപാഡ് മൊബൈലാണ്. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ ആരെങ്കിലും ഈ കാലത്ത് അതൊക്കെ ഉപയോഗിക്കുവോ? 2500 രൂപ കൊടുത്താൽ ഒരു ടച്ച് ഫോൺ കിട്ടില്ലേ? പിന്നെ പൊട്ട ലൂണവണ്ടി, അത് കണ്ടാൽ ഓടുമെന്ന് ആരെങ്കിലും പറയുമോ? എന്നിട്ടിതിൽ പൂമാലയും ഇട്ട് വച്ചേക്കുന്നു. രേഷ്മ കാഷട്ടിലിട്ടിരിക്കുന്ന ആനന്ദിയുടെ ലൂണയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾക്ക് പിശുക്കൊന്നുമല്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സിമ്പതി പിടിച്ചു പറ്റി ഓരോ ബിസിനസ് നടത്താനുള്ള അടവ. കാണാൻ അല്പസ്വല്പം ഭംഗിയൊക്കെയുള്ള ഒരുത്തി ഇമാതിരിയൊക്കെ നടന്നാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. ഇവൾ ഉറപ്പായും MBA പഠിച്ചിട്ടുണ്ട്, വെട്രി പറഞ്ഞു. വെട്രിയും രേഷ്മയും ആനന്ദിയെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ റാം മാറി മാറി കേട്ടുകൊണ്ടിരുന്നു. പാട്ടി നീയൊക്കെ എന്തു വേണമെങ്കിലും പറഞ്ഞു എന്ന ഭാഗത്തിൽ പുറത്തേക്കും നോക്കി അവരെ ശ്രദ്ധിക്കാതെ മട്ടിലിരുന്നു. നിങ്ങൾ നോക്കിക്കോതല്ലേ, ഒരു ദിവസം നിങ്ങളെ തല്ലിക്കൊന്ന് ഈ വീടും കൊള്ളയടിച്ച് അവളൊരു പോക്കങ്ങ് പോകും. രേഷ്മ പാർട്ടിയുടെ ആ ഇരിപ്പ് കണ്ട് കൂട്ടിച്ചേർത്തു. ആ സമയത്ത് ആനന്ദി മുകളിൽ നിന്നും ആരുടെ ഫോൺ സംസാരിച്ചുകൊണ്ട് താഴേക്കിറങ്ങി വന്നു. മഞ്ഞ നിറത്തിലെ കുർത്ത, മോറൽ ചുരിദാറായിരുന്നു വേഷം. പാട്ട് കൃത്യം 9 മണി. അവൾ തിരികെ വരുന്ന സമയം പറഞ്ഞിട്ട് അതിവേഗത്തിൽ ലൂണ ഓടിച്ച് പുറത്തേക്ക് പോയി. റാം വാച്ചിലേക്ക് നോക്കുമ്പോൾ സമയം 5 മണിയാകുന്നു. അയ്യോ ലേറ്റായി, വാ നമുക്ക് പോകാം, അവൻ ധൃതി കൂട്ടി. ശനിയാഴ്ച ഇങ്ങോട്ട് വരുമോ? രേഷ്മയും കാണും, നല്ല ഫുഡ് കഴിക്കാം. അവനും രേഷ്മയും ഇറങ്ങാൻ നേരത്ത് പാട്ടി രാമനോട് ചോദിച്ചു. തീർച്ചയായും വരാൻ പാട്ടി, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെട്രിയോടും പാട്ടിയോടും ബായ് പറഞ്ഞ് അവരിരുവരും പുറത്തേക്ക് വണ്ടി ഓടിച്ചു പോയി.